നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. പള്ളുരുത്തി തഴുപ്പ് ചോയ്സ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു. പള്ളുരുത്തി തഴുപ്പ് ഡിവിഷനിൽ ചോയ്സ് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഈ റോഡിന്റെ 3/4 ഭാഗത്തോളം നേരത്തെ നിർമ്മാണം നടത്തിയിരുന്നതാണ്. എന്നാൽ കുറച്ചു ഭാഗം ഫണ്ട് തികഞ്ഞില്ല എന്നുള്ള കാരണത്താൽ നന്നാക്കിയില്ല. ഈ റോഡ് ഇപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. ഇവിടെ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയത്. ജില്ലാ കളക്ടറുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത പരാതിയാണിത്. ആ പരാതിന്റെ പേര് കഴിഞ്ഞിട്ട് 9 മാസമായി. ഇന്നേ വരെ ഒരു നടപടിയില്ല. ഈ മദ്രസയിൽ പോണ കുട്ടികൾ സൈക്കിളായിട്ട് വീയല്, ബൈക്കിൽ പോണ ഫാമിലി വീയല്, വീടിന്റെ സൈനേജുകൾ അടിച്ചു പൊട്ടിക്കല്, ഈ കണ്ടെയ്നർ കൂടെ ഈ റോട്ടിൽ കൂടെ 8 ടണ്ണിൽ കൂടുതൽ ഭാരം വഹിച്ചു പോകാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം 8 ടണ്ണിൽ കൂടുതലുള്ള ഒരു വെയിറ്റ് ഈ റോഡിൽ കൂടെ പോകാൻ പാടില്ല. ഈ ചോയ്സിന്റെ കമ്പനിയുടെ 45 ടണ്ണുള്ള വണ്ടികളാണ്. റോഡിന്റെ പണി മൊത്തം പൊളിഞ്ഞിറങ്ങായിരുന്നു. ചോയ്സിലെ വണ്ടി പോയാണ് ഞങ്ങളുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി. പിന്നെ 45,000 രൂപയുള്ള വണ്ടി പോയപ്പോൾ ഞങ്ങളുടെ റോഡ് പൊട്ടിയതും കുടിവെള്ള പൈപ്പ് പൊട്ടിയതും എല്ലാനും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് നാളെ ഞങ്ങൾക്ക് എഗ്രിമെന്റ് 3 മാസം എന്നും പറഞ്ഞ് ഒപ്പിട്ട് തന്നു. ഇപ്പൊ 9 മാസമായിട്ടും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം രണ്ടുപേര് വീണ്, രണ്ടുപേരെ കൈ ഒടിഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കാലത്ത് ചോയ്സാരെ വണ്ടി ചോയ്സാരെ വണ്ടി വന്ന് തടഞ്ഞു. പിന്നെ ഒരു വണ്ടി വന്ന് കയറിയാണ് ഇവരുടെ വീടിന്റെ ഇതൊക്കെ ഒടിഞ്ഞത്. ഇതിലൂടെ നടക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. സമീപത്തെ സ്വകാര്യ കമ്പനിയിലേക്ക് വരുന്ന കണ്ടെയ്നറുകളും ഈ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമാവുന്നുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ നമ്മുടെ ഈ റോഡ് പണിതിപ്പോ എത്ര ആളായി? ഈ റോഡ് പണിതിട്ട് 9 മാസമായി. അന്ന് അതിന് ആ റോഡ് പാസ്സാകുന്നതിന് മുമ്പ് അവിടെ വരെ അപ്രൂവൽ ആയിരുന്നു. ആണോ? ഒരു മിനിറ്റ്, അവിടെ വരെ അപ്രൂവൽ ആയിരുന്നു. ആ റോഡ് പണി അവിടെ വെച്ച് തീർന്നു. അപ്പോഴും നിങ്ങൾ കൈകാര്യം ഇത്ര മാസം ഞങ്ങൾ ക്ഷമിച്ച ഞാൻ ചോദിക്കുന്നില്ല. ഞങ്ങൾ പോയി പാസ്സാകും. ഞങ്ങൾ പോയി പാസ്സാകും. അതന്നെ പറഞ്ഞത്. എത്ര മാസമായി? അല്ല, എന്ന് പാസ്സാകണ് എന്ന് മെറ്റീരിയൽ അടിക്കണം. പാസ്സാണല്ല, എന്ന് മെറ്റീരിയൽ അടിക്കണം. എന്ന് മെറ്റീരിയൽ അടിക്കണം. അന്ന് പറഞ്ഞ നമുക്ക് 15 ദിവസമുള്ളൂ. നാട്ടുകാർ റോഡിന്റെ ഇരുവശവും അടച്ചുകെട്ടിയ നിലയിലാണ്. റോഡ് നന്നാക്കിയതിനു ശേഷം മാത്രമേ തുറക്കൂ എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ. നഗരസഭാ ഉദ്യോഗസ്ഥരും കൗൺസിലർ ലൈലാദാസും സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. 15-ാം തീയതിക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് കരാറുകാരനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് കൗൺസിലർ വ്യക്തമാക്കുന്നത്. 2024 ഇത് കോൺട്രാക്ട് എടുത്തേക്കുന്നത്. 2024 എടുത്തതിന് ശേഷം അവർ വന്നപ്പോൾ GST കൂടി അവരുടെ വില എല്ലാം കൂടിയപ്പോൾ നമ്മുടെ റോഡിന്റെ നീട്ടം കുറഞ്ഞുപോയി. 400 മീറ്റർ ഞാൻ എടുത്തതാണ്. അപ്പൊ 290 മാറി. 300 വരെ അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പം മേയറോട് ഞാൻ കാര്യങ്ങൾ മേയർ പറഞ്ഞ് പ്രത്യേകമായിട്ട് നമുക്ക് പെട്ടെന്ന് ഞാനൊരു ഫയലാക്കാം, നമുക്ക് 70 മീറ്റർ നീളത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആ 70 മീറ്റർ ഫയലാക്കാന്ന് പറഞ്ഞ് ഞാൻ 70 മീറ്റർ ഫയലാക്കി. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.